അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മളെ ഗോവിന്ദചാമി. ഹലോ ഗായ്സ്, ഇന്നത്തെ ആദ്യത്തെ മോട്ടോ വ്ളോഗ് തുടങ്ങുകയാണ്. മോട്ടോ വ്ളോഗ് എന്ന് പറയുന്നത് പണ്ട് തൊട്ടേ, അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഒരാഗ്രഹമായിരുന്നു ഒരു ചെറിയൊരു മോട്ടോ വ്ളോഗ് തുടങ്ങണമെന്ന്. പക്ഷേ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം അത് പറ്റിയില്ല. കാരണം അപ്പോൾ നല്ലൊരു വണ്ടിയില്ലായിരുന്നു, പിന്നെ ബാക്കിയുള്ള മൊത്തത്തിൽ സാഹചര്യം ശരിയായില്ല. അപ്പോൾ ഇപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം നടന്നത്. ഇന്ന് ആദ്യത്തെ ഒരു മോട്ടോ വ്ളോഗ് എന്നുള്ള രീതിയിൽ ഞാൻ ട്രിവാൻഡ്രത്ത് വലിയ ട്രാഫിക് ഇല്ല, രാവിലെയാണ്, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പട്ടം വഴി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പട്ടം കുറവങ്കോണം കവടിയാറ് റൂട്ടിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എൻ്റെ വണ്ടി എന്ന് പറയുന്നത് ബുള്ളറ്റ് സ്റ്റാൻഡേർഡ് 350 ആണ്. അപ്പോൾ ഞാൻ ഇത് വെച്ചാണ് ഇനി സ്ഥിരമായി നിങ്ങളെ കാണുന്നത് മോട്ടോ വ്ളോഗ്സിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇതൊരു പുതിയൊരു ചെറിയ ചാനലാണ്, നിങ്ങൾക്കൊരു ദോഷമില്ല ഒരു സബ്സ്ക്രൈബ് ചെയ്യുന്നതിന്, ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. എനിക്ക് തോന്നുന്ന എല്ലാം നിങ്ങളുടെ അടുത്ത് അറിയിക്കുക, നിങ്ങളെ പറയുക, നിങ്ങളുടെ അടുത്ത് സംസാരിക്കുക. അങ്ങനെ ഒരു മീഡിയമായിട്ടാണ് ഞാനിത് കാണുന്നത്. അപ്പോൾ ഞാൻ അതിൽ ചിലപ്പോൾ ഡെയിലി മൂവി റിവ്യൂസ് ചെയ്യും, ചിലപ്പോൾ അന്ന് നടന്ന കാര്യങ്ങൾ, മെയിനായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. പിന്നെ എന്ത് എനിക്ക് തോന്നുന്നു അതെല്ലാം സംസാരിക്കും. അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ റെക്കോർഡിംഗ് ആണ്, അതൊന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്തതാണ്. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇന്നത്തെ വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കും, അതിനെക്കുറിച്ചുള്ള എൻ്റെ വ്യൂ പോയിന്റിനെ കുറിച്ച് സംസാരിക്കും. അപ്പോൾ അതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും കാണുക, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. അപ്പോൾ ഇതാ നമ്മൾ കുറവങ്കോണം ജംഗ്ഷൻ എത്തിയിരിക്കുന്നത്. രാത്രിയൊക്കെ ഇവിടെ വരുമ്പോൾ നല്ല വ്യൂ ആണ്, ഒരുപാട് കടകളും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. രാവിലെ എല്ലാവരും ഓടാനൊക്കെ പോകുന്നുണ്ട്. നമ്മൾ ഇതുവഴി പോയാൽ നമുക്ക് മ്യൂസിയം ഒക്കെ പോവാം. കവടിയാർ എന്ന് പറയുന്നത് ട്രിവാൻഡ്രത്തൊരു പോഷ് ഏരിയയാണ്. പോഷ് ഏരിയ എന്ന് പറഞ്ഞാൽ വലിയ പോഷ് ഏരിയയാണ്. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ കവടിയാർ എത്തിയിട്ടുണ്ട്. കവടിയാർ ജംഗ്ഷനാണിത്. ലെഫ്റ്റ് സൈഡിൽ കൊട്ടാരമാണ്, കവടിയാർ കൊട്ടാരം. അപ്പോൾ നമ്മൾ പോകുന്നത് വെള്ളയമ്പലത്തോട്ടാണ് പോകുന്നത്. വെള്ളയമ്പലത്തേക്ക് പറയുന്നത് രാജവീതി എന്നാണ് പറയുന്നത്. പണ്ട് തൊട്ട് രാജവീതിയാണ്, രാജാവ് കൊണ്ടിരുന്ന വഴിയാണ്. ഫുള്ള് ക്യാമറകളുള്ള സ്ഥലമാണ്. കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഇതേപോലെ ആക്സിഡൻറ്റുകൾ, അതായത് നല്ല റോഡാണ്, അതുകൊണ്ട് തന്നെ ഒരുപാട് റേസിങ്ങും കാര്യങ്ങളും എല്ലാം ഉള്ളതുകൊണ്ട് ഒരുപാട് ക്യാമറയും ഒരുപാട് ചെക്കിങ്ങും ഉള്ള സ്ഥലമാണ്. ഇതാണ് രാജവീതി. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് നമ്മളെ ഗോവിന്ദചാമി എല്ലാവരും അറിഞ്ഞു കാണും. ഗോവിന്ദചാമി ജയിലിൽ ചാടി അവനെ പിടിച്ചു. വല്ല ആവശ്യമുണ്ടോ അവന്? ജയിലിൽ കിടന്ന് സുഭിക്ഷമായി ഫുഡും കഴിച്ച് നമ്മൾ ഇന്ത്യ നിയമമല്ലേ, ആരെ കൊല്ല ആരെ പിടിക്കുക, ചുമ്മാ കിടന്ന് തിന്നോണ്ടിരുന്നവൻ ചാടിയിരിക്കുന്നു. അത് നിങ്ങൾ ആലോചിച്ച് നോക്കണം. അവൻ എത്രയോ നാള് ചപ്പാത്തി കഴിച്ച് വണ്ണം കുറച്ച് ഉപ്പിട്ട് നമ്മളെ ജയിലിൻ്റെ അരി തുരുമ്പിപ്പിച്ച്, അത് കഴിഞ്ഞതിന് ശേഷം അത് തുണി വെച്ച് മറച്ച്, അത് കഴിഞ്ഞ് പുള്ളി 1 മണിക്ക് വാർഡൻ ചെക്ക് ചെയ്യാൻ വരുമ്പോൾ അവിടെ ഉണ്ട്. അത് കഴിഞ്ഞ് പുള്ളി ചാടി 6 മണിക്കൂർ കഴിഞ്ഞാണ് പോലീസ് അറിയുന്നത്. രാവിലെ 6 മണിക്കാണ് പുള്ളി ചാടിയാണ് പോലീസ് അറിയുന്നത്. നാട്ടുകാർ എല്ലാവരും കൂടെ കണ്ടുപിടിച്ച് പോലീസിനെ വിളിച്ചറിയിച്ചു. പക്ഷെ പോലീസ് കറക്റ്റ് സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, അവർ പിടിച്ചു. പക്ഷേ പുള്ളിയുടെ ഒരു പ്രിപ്പറേഷനാണ്. ആ ഒറ്റ കൈയും വെച്ചിട്ട് പുള്ളി എന്തൊക്കെ ചെയ്തു എന്നാണ് നമ്മൾ നോക്കേണ്ടത്. പുള്ളി ഒരു പാലിൻ്റെ ക്യാനെടുത്ത് 8-6 മീറ്റർ പൊക്കമുള്ള മതിലിൻ്റെ അവിടെ കൊണ്ട് വെച്ച് തുണികൾ വെച്ച് പുള്ളി വട ഉണ്ടാക്കി. അത് കഴിഞ്ഞതിന് ശേഷം പുള്ളി അതും വെച്ച് നേരെ മുകളിൽ കയറി ചാടി ഇത്രയും ദൂരം വന്നു. അതാണ് നമ്മൾ നോക്കേണ്ട. ആ ഒറ്റ കൈയും വെച്ച്. പിന്നെ വേറൊരു കാര്യം, ഈ ഒറ്റ കൈ വെച്ചാണ് പുള്ളി കൊടും ക്രൂരതകളെല്ലാം ചെയ്തത്. നമ്മൾ കാണുന്നല്ലേ, പുള്ളി ലൈംഗിക അതിക്രമം എന്തും ചെയ്യും പുള്ളി. ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, ഫോറൻസിക് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്, പുള്ളി ലൈംഗിക അതിക്രമത്തിന് വേണ്ടി പുള്ളി എന്തും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പുള്ളിക്ക് എല്ലാത്തിനും ഒരു പ്ലാൻ ഉണ്ടായിരുന്നു എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. അതേപോലെ പുള്ളി ഇരിക്കുന്നത് ഉണ്ടായിരുന്നു. പുള്ളി അങ്ങ് മെലിഞ്ഞ് ഉണങ്ങി പുള്ളി കഷ്ടപ്പെട്ടു കുറെ, എന്നിട്ടാണ് ഇറങ്ങിയത്. ഇതിനായിട്ട് നമ്മളെ വന്നിട്ട് പുള്ളി ഒന്ന് തട്ടുകളാണ് പറഞ്ഞത്. അല്ല കർണാടകയിലൊക്കെയായിരുന്നെങ്കിൽ പുള്ളി വെളിയിൽ ഇറങ്ങി ചാടി എന്ന് വെച്ചോ, അവർ തന്നെ തട്ടുന്നുണ്ട്. അല്ലാതെ നമ്മളെ പോലീസ് എന്ത് ചെയ്യണം? തട്ടണവനാണ്, അല്ലെങ്കിൽ നടുവെങ്കിലും ഇടിച്ചിടണം. എന്തെങ്കിലും തീറ്റി പോയിട്ട് ഇത്രയും നല്ലവണ്ണം അവൻ്റെ തീറ്റി പോറ്റിയിട്ട് അവൻ ചാടണം. അവിടെ നിന്ന് ആലോചിച്ച് നോക്കണം. അവിടെ നിന്ന് ചാടിയവൻ
എന്നിട്ടാണ് നടക്കുന്നത്. അതിനിടയിൽ നമ്മളെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററോട് പുള്ളി ഈ ശിവകുട്ടിയോട് പുള്ളി ഇവരടുത്ത് പത്രക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു. നോക്ക്, ഒരു സുരക്ഷാ വീഴ്ചയില്ല. എന്നോട് ഈ ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. ഗോവിന്ദസ്വാമി കേരളത്തിലെ സ്കൂളുകളിലൊന്നും പഠിക്കുന്നില്ലല്ലോ. പറഞ്ഞേട്ടാ, പുള്ളി ഗോവിന്ദസ്വാമി ഏത് സ്കൂളിൽ പഠിക്കുന്നത് കേരളത്തില്? അത് ഒരു കണക്കിന് ശരിയാണ്. പക്ഷെ മൊത്തത്തിൽ നോക്കുമ്പോൾ പുള്ളിയുടെ ഗവൺമെന്റ് അല്ലേ ഭരിക്കുന്നത്. അപ്പോൾ ഒരു അഭിപ്രായം ചോദിച്ചു, രണ്ട് ഭാഗത്തും ശരിയുണ്ട്. പുള്ളി ചോദിക്കുന്നതിലും ശരിയുണ്ട്. ഏത് സ്കൂളിലാണ് ഗവൺമെന്റ് പഠിക്കുന്നത്? എഡ്യൂക്കേഷൻ മിനിസ്റ്ററോട് ചോദിക്കും. എനിക്കും പത്രക്കാരടുത്തും ശരിയുണ്ട്. പുള്ളിയുടെ പാർട്ടിയല്ലേ ഭരിക്കുന്നത്. അതുകൊണ്ട് ഒരു വീഴ്ച ഉണ്ടായെന്ന് നോക്കണം. ഇത് പറയുമ്പോൾ വീഴ്ച എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയൊന്നും ഒരിക്കലും പോലീസിന് പറയില്ല കേരള പോലീസടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ശരി തന്നെയാണ്. പോലീസ് ഉടൻ തന്നെ പിടിച്ചു, ബാക്കിയുള്ളടത്ത് പോലെയല്ല നമ്മുടെ എന്ന് പറഞ്ഞ് കാര്യങ്ങൾ നടത്തി ഉടനെ തന്നെ കണ്ടുപിടിച്ച് ഉടൻ തന്നെ ഇൻഫർമേഷൻ പാസ് ചെയ്ത് എന്ന് പറയുമ്പോൾ എഴുതിയെന്ന് പറഞ്ഞാൽ 6 മണിക്കാണ്. പോലീസിന്റെ കിട്ടിക്കഴിഞ്ഞ് പോലീസ് അപ്പോൾ തന്നെ സംഭവങ്ങളെല്ലാം ചെയ്ത് നാട്ടുകാരെ അറിയിക്കേണ്ട നമ്പർ തന്നെ എല്ലാം തന്നെ. പക്ഷേ വീഴ്ച അത് സംഭവിച്ചു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ പുള്ളി ഇങ്ങനെ ജയിലാണ്, ഇത്രയും സുരക്ഷയുള്ളൊരു ജയിലാണ്. വിയ്യൂർ സെൻട്രൽ ജയിൽ എന്ന് പറയുന്നത് അതീവ സുരക്ഷയുള്ളൊരു ജയിലാണ്. അവിടെ മേലെ പുള്ളി ചാടിയിരിക്കുന്നത് അത് നമ്മൾ മനസ്സിലാക്കണം. അവിടുന്ന് ചാടിയിട്ട് പിടിച്ചു. അത് നടന്നു കഴിഞ്ഞിട്ട് നമുക്കൊന്നും പറയാൻ പറ്റുമോ പിടിച്ചെന്ന്? എന്തുകൊണ്ട് ചാടി എന്നല്ലേ നമ്മൾ നോക്കേണ്ടത്. ചാടി അവ എങ്ങനെ ചാടി, ഇത്രയും ഒരു ജയിലിൽ നിന്ന് എങ്ങനെ ചാടി എന്നാണ് അറിയേണ്ടത്. അപ്പം കോടതി ഇതെല്ലാം കണ്ടിട്ട് അവർ നല്ലൊരു ശിക്ഷ തന്നെ കൊടുക്കണം. അതിന് മാക്സിമം ശിക്ഷ കൊടുക്കണം. തൂക്കിക്കൊണ്ട തന്നെ ചെയ്യണം അതിനൊക്കെ. ഇനി ഇത് ഇറങ്ങരുത്. ഇതേപോലെ ചാടിയിട്ട് നാട്ടുകാർക്ക് എങ്ങനെയാണ് സുഖമായിട്ട് ജീവിക്കാൻ പറ്റുന്നത്? ഇതേപോലെ വേറെ എന്തെങ്കിലും ചെയ്യാനുള്ള ചാടിയെങ്കിലോ അപ്പോൾ അതിന് സമയം കിട്ടിയില്ല. അതാണ് നമ്മുടെ ഭാഗ്യം എന്ന് പറയുന്നത്. ഇനി എന്തോ ചെയ്യാൻ ഉദ്ദേശിച്ചാണ് ചാടിയായിരിക്കാം, അതൊന്ന് പറഞ്ഞൂടാ. എന്തായാലും പിന്നെ നമ്മൾ ഒരു റൈഡ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ഇത് ശാസ്ത്രങ്ങളൊക്കെ കഴിഞ്ഞായിരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു കുറച്ചും കൂടെ പോയിട്ട് വ്ളോഗ് അവസാനിപ്പിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നല്ല നല്ല വ്ളോഗ്സുമായിട്ട് വരാം. ട്രാവൽ വ്ളോഗ്സ്, ഫുഡ് വ്ളോഗ്സ് എല്ലാം നമുക്ക് ചെയ്യാം. നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു ഉപദ്രവമില്ലാത്ത പരിപാടിയാണ്. ഒന്ന് ചെയ്തേക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഹാപ്പിനെസ് നേരുന്നു. ഓക്കെ, ശരി.